ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എസ്കറാൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. സോ നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രീം ലെവൽ നിങ്ങൾ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഡ്രീം ലെവൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെയായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ബയോയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകൾ നമ്മുടെ ഡ്രീം ലെവൽ ഉണ്ട്. സോ എല്ലാവരും കൂടുതൽ ആൾക്കാരും GL ആയിരിക്കും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങൾ GL ട്രൈ ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് മറ്റുള്ള കോൺടെസ്റ്റുകൾ ട്രൈ ചെയ്യുക. അതായത് എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഹെഡ് ടു ഹെഡ് 4 അങ്ങനെയുള്ള ചെറിയ ചെറിയ കോൺടെസ്റ്റുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം അത്രയുള്ള കോൺടെസ്റ്റുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുക. സോ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഈ കാണുന്ന പോലെ 4 സ്പോട്ട് വരുന്ന കുറേ കോൺടെസ്റ്റുകളുണ്ട്. ഇത്തരം കോൺടെസ്റ്റുകൾ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്ത് നോക്കുക. സോ ഈ കോൺടെസ്റ്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഏർലി ജോയിൻ ചെയ്തത് ഇപ്പോൾ മാക്സിമം അവസാനം നിമിഷത്തിൽ വന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾ ഇടുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾ മുമ്പ് രാവിലെ വൈകിട്ടാണ് മാച്ചെങ്കിൽ നിങ്ങൾ രാവിലെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ജോയിൻ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് പേര് എൻട്രി എടുത്തിട്ടുണ്ടാവും. ഞാൻ കാണിച്ചത് ജസ്റ്റ് ഇപ്പോൾ വേറെ കാണിച്ചിട്ടും. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇതുപോലെ ഒരുപാട് പേര് എൻട്രി എടുത്തിട്ടുണ്ടാവും. സോ ഇതിൽ നിങ്ങൾ ഈ എൻട്രി എടുത്തതിൽ ആരെങ്കിലും ഒരാൾ, അതായത് ഏതെങ്കിലും ഒരു പ്ലെയർ, 1-2 പ്ലെയർ ചിലപ്പോൾ ഈ ടീം, അതായത് ലൈനപ്പ് വന്ന ശേഷം ടീം എഡിറ്റ് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ആ ചാൻസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളൊരു 4 പേരുണ്ട് പറഞ്ഞാൽ 4 പേരിൽ എന്തായാലും ഒരാളെങ്കിലും ടീം എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയാൽ നിങ്ങൾക്ക് ആ ഒരാളുടെ കോമ്പറ്റീഷൻ നിങ്ങളിൽ നിന്ന് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. ബാക്കി 2 പേര് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളൊരു ഹെഡ് ടു ഹെഡ് കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പേരും തീരെ 2 പേരുണ്ട് പറഞ്ഞാൽ 2 പേരും കോൺടെസ്റ്റ് ജോയിൻ ചെയ്ത് 2 പേരും ഓപ്പണൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ലൈനപ്പ് വരുമ്പോൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ കറക്റ്റായി എഡിറ്റ് ചെയ്ത് നല്ല ലൈനപ്പിൽ കറക്റ്റായിട്ടൊരു ടീം ജസ്റ്റ് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് നിങ്ങൾ എപ്പോഴും ഈ രീതി, അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേർലി ജോയിൻ ചെയ്യുന്നത് ഡ്രീം ലെവൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ കുറച്ച് കിട്ടാനുള്ള ചാൻസ് അതിലുണ്ട്. അതുപോലെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് കുബേര ഫാൻസി. ഈ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡ്രീം ലെവലിനേക്കാൾ അടിപൊളി ആപ്ലിക്കേഷനാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് ഡു ഓപ്ഷൻ എന്ന ഒരു ഫീച്ചറുണ്ട്. സോ ഈ ഫീച്ചർ നോക്കുകയാണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലെയറിനെ മാത്രം പിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ എല്ലാ പ്ലെയറൊന്നും പിക്ക് ചെയ്യാൻ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ 5 പ്ലേയേഴ്സ് ഉണ്ട്. ഈ 5 പ്ലേയേഴ്സിൽ ഒരു പ്ലെയറിനെ പിക്ക് ചെയ്യുക. ഓപ്പണൻറ്റ് ഇതുപോലെ ഒരു പ്ലെയറിനെ പിക്ക് ചെയ്യും. ഈ 5 പേരില്ല. സോ നമ്മൾ പിക്ക് ചെയ്യുന്ന പ്ലെയറിനെ തന്നെ ഓപ്പണൻറ്റ് പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 പേര് നമ്മൾ പിക്ക് ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ പോയിന്റ് ഏത് പ്ലെയർ പിക്ക് ചെയ്താണോ എടുത്തിരിക്കുന്നത്, ഏത് പ്ലെയറാണ് എടുത്തിരിക്കുന്നത് ആ പ്ലെയറിനെ പിക്ക് ചെയ്തവർക്ക് ആ പൈസ കിട്ടുന്നതായിരിക്കും. സോ ഇതിൽ ഒരുപാട് സ്പോട്ട് ഉണ്ട്, 2-3 എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. സോ മസ്റ്റായി ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. സോ അതുപോലെ തന്നെ ഇതിൽ എൻട്രി ഫീസിൻ്റെ കാര്യം പറയുന്നത് അടിപൊളിയാണ്. കാരണം നിങ്ങൾക്ക് കാണുന്ന പോലെ 260 രൂപേൻ്റെ കോൺടെസ്റ്റ് ഇതിലുള്ളൂ. പക്ഷേ ഇതേ കോൺടെസ്റ്റ് നമ്മൾ ഡ്രീം ലെവലിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവുന്ന എമൗണ്ട് പറയുമ്പോൾ 300 രൂപയാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളം ലാഭമാണെന്ന്. എല്ലാ കോൺടെസ്റ്റും കാര്യങ്ങളും ഇഷ്ടം പോലെ ഇടും. അതുപോലെ ചെറിയ പൈസ തൊട്ട് 3 രൂപ തൊട്ടൊക്കെ നിങ്ങൾക്ക് കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഫീച്ചർ ഡു ഓപ്ഷൻ പ്രോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ നിങ്ങൾ ഡ്രീം ലൈൻ കളിക്കുന്നവരാണ്, നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് കളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുക. സോ അതുപോലെ നമ്മുടെ കോഡ് എസ്കറ്റാൽസ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സൈൻ അപ്പ് ബോണസ് ആയിട്ട് 100 രൂപ കിട്ടുന്നതായി. സോ മസ്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോഡ് യൂസ് ചെയ്യാൻ നോക്കുക. സോ അതുപോലെ തന്നെ നിങ്ങൾ കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും GL മാത്രം ജോയിൻ ചെയ്യുന്നത് ഒഴിവാക്കുക. GL മാത്രം ജോയിൻ ചെയ്ത് ഒഴിവാക്കിയിട്ട് എല്ലാ കോൺടെസ്റ്റും, അതായത് എല്ലാ കോൺടെസ്റ്റും ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോൺടെസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കി തരും. അപ്പോൾ നിങ്ങൾ ആ കോൺടെസ്റ്റ് കൂടുതൽ കളിക്കാൻ ശ്രമിക്കുക. GL എപ്പോഴും കളിച്ചതുകൊണ്ട് കിട്ടണമെന്നില്ല. കാരണം GL ഫുൾ ഓഫ് ലക്കാണ്, കുറച്ച് മാത്രമേ സ്കില്ല് വരുള്ളൂ. പക്ഷെ നിങ്ങൾ വേറെ കോൺടെസ്റ്റുകളൊക്കെ പറയുമ്പോൾ കോമ്പറ്റീഷൻ കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇന്നൊരു പൈസ പോയാലും നാളെ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചെടുക്കാൻ പറ്റും. സോ മാക്സിമം എല്ലാവരും ആ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ഇത്രയൊക്കെ തന്നെയാണ്. ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ, തീർച്ചയായും ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുബേര ഫാൻസി ആപ്ലിക്കേഷൻ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.